ഹലോ കൂട്ടുകാരെ, അപ്പൊ സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും ഇൻഡസ്ട്രിയൽ ഫ്ലോപ്പായി കിടന്നിരുന്ന ഒരു കന്നഡ ഇൻഡസ്ട്രി കാന്താര പോലത്തെ, KGF പോലത്തെ വളരെയധികം വലിയ പടങ്ങൾ വന്ന് അത് വളരെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലോക സിനിമ മൊത്തം പുതിയ പുതിയ ടെക്നോളജി AI ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം മലയാള സിനിമ ഒട്ടും പുറകില്ലാതെ മുമ്പോട്ട് വരുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ലോഗ് ഉൾപ്പെടെയുള്ള കിടിലം പടങ്ങൾ നമ്മൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മൾ പണ്ടത്തെ പടങ്ങൾ മറക്കാൻ ഒരിക്കലും പറ്റത്തില്ല. എത്ര മനോഹരമായ കിടിലം പടങ്ങൾ, അത് മാസ് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള പടങ്ങളായിക്കോട്ടെ, എപ്പോഴും നമ്മളെ പിടിച്ചിരുത്തുന്ന പടങ്ങൾ ഒരുപാട് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലത്തെ ആ പണ്ടത്തെ പടങ്ങൾ ഇപ്പം പുതിയ പടങ്ങളിലൊക്കെ മത്സരിച്ച് തന്നെ അവർ റീമേക്ക് ചെയ്തിട്ട് ഇപ്പം ഇറക്കാറുണ്ട്. റീമേക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു കൊച്ചുകുട്ടിയെ ഉടുപ്പൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി ഇറക്കുന്ന പോലെ തന്നെ പഴയ സിനിമ എടുത്തിട്ട് കളറിങ്ങും സൗണ്ട് എഫക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിലൊരു മോടി കൂട്ടി ഇറക്കിയിട്ടുണ്ട്. ആ മോടി കൂട്ടിയ പടങ്ങളെല്ലാം തന്നെ ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു റിലീസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, സ്ഫടികം, ഒരുപാട് ലാലേട്ടൻ പടങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ, അതോടൊപ്പം ഇപ്പം റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ രാവണപ്രഭു. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ അന്നിറങ്ങിയ ദേവാസുരം എന്ന് പറഞ്ഞ ഫിലിം, ക്ലാസിക് കൾട്ട് ക്ലാസിക് ആയ സിനിമ വീണ്ടും സെക്കൻഡ് പാർട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്നപ്പം വളരെയധികം എന്തായിരിക്കും സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ രാവണപ്രഭു എന്ന ചിത്രം നമ്മുടെ മുമ്പിൽ വന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഹൈസ്കൂൾ കാലഘട്ട സമയത്ത് കോട്ടയം അഭിലാഷിലാണ് ഈ പടം കാണുന്നത്. അത് ഫാമിലിയുടെ കൂടെ ഒരു വലിയ അവധിക്കോ എപ്പോഴോ ഏതോ ഒരു അവധിക്കാണ് നമ്മൾ പോയി കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പടത്തിന്റെ ആ ഒരു മൂഡിൽ നമ്മൾ കാണാനിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് പുറകിലായിട്ട് ഞങ്ങളുടെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച ഗീത ടീച്ചർ വന്നിരുന്നു. സത്യം പറയാലോ, നമ്മുടെ അന്നത്തെ മൂഡ് മൊത്തം പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ എക്സാം പേപ്പറൊക്കെ നോക്കിക്കാണുമോ, എങ്ങനെയായിരിക്കും ഈ ടീച്ചർ എന്നെ കാണുമ്പോൾ വഴക്ക് പറയുമോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇരുന്നത്. പക്ഷെ ടീച്ചർ എന്നെ നോക്കിയൊരു ചിരി, കാരണം സിനിമാ തിയേറ്റർ ആണല്ലോ, എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ. ആ ചിരിയിൽ ആ ഭയം പോയിട്ട് വീണ്ടും നമ്മൾ പടം ഇരിക്കുകയാണ്. സത്യം പറയാതെ കണ്ട് ഇറങ്ങുമ്പോൾ അത്രയും മനസ്സ് നിറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം TV-യിലായാലും ഇപ്പോൾ ഒക്കെ OTT-യിലാണെങ്കിലും പിന്നെ ഓരോ ക്ലിപ്പിംഗ്സ്, റീൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും കാണാറുണ്ടെങ്കിലും നമ്മൾ അന്ന് കണ്ട ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അന്നത്തെ കാലത്തെ ട്രെയിലറും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ പുതിയ ആൾക്കാർ പുതിയ രീതിയിലുള്ള ട്രെയിലറൊക്കെ ഉണ്ടാക്കി ആ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇത് വലിയ ഹിറ്റ് അടിക്കാനൊന്നുമല്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരുപാട് പേര് പഴയ മെമ്മറീസ് ഒക്കെ തിരിച്ചു പോകുന്ന രാവണപ്രഭു കണ്ട കാലഘട്ടവും കൂട്ടുകാരും അവരോടൊപ്പം ഇരുന്ന് കണ്ടതും കൂടെ പഠിക്കുന്ന സമയത്ത് കമന്റ് അടിച്ചതും അതൊന്നും ഇല്ലാതെ നമ്മൾ ഒരുപാട് ഡയലോഗ് അടിച്ച സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ ഡയലോഗും അതൊക്കെ എത്രയോ പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മൾ സവാരി ഗിരിഗിരി, പോ മോനെ ദിനേശ, അതൊക്കെ വീണ്ടും നമ്മൾ മെമ്മറിയിലോട്ട് വരികയൊക്കെ ചെയ്യുന്ന ഈ പടത്തിലൂടെയാണ് നമ്മൾ ആ സവാരി ഗിരി എന്നുള്ള സാധനം വരുന്നതും. എത്ര മനോഹരമായി നമ്മളെ ഞെട്ടിച്ച ഒരു പടമാണ് രാവണപ്രഭു. അതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം കാണാത്തവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിലർ കാണുമ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഒരു വീഡിയോ ഇടാം, നമുക്ക് ഒരുമിച്ച് കാണാം, പഴയ മെമ്മറീസൊക്കെ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഇത് ശരിക്കും ഒരു ട്രെയിലർ റിയാക്ഷൻ എന്ന് കൂട്ടണ്ട, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച്, നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ ട്രെയിലർ കാണാം. അപ്പൊ റെഡി, ബാ. കോമ്പറ്റീഷൻ താനല്ല സ്റ്റൈലായിട്ട് സംസാരിക്കും. ചുമ്മാതല്ല ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻസ് കുറെ ഉണ്ടായി, പക്ഷെ ആരും രാവണ സീതാ പരിണയം ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോവും, ഇതിനെ ആർക്കും കൊടുക്കില്ല. സവാരി ഗിരിഗിരി എന്റെ പൊന്നു മച്ചാമാരെ, ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ സമയത്ത് ബാബുരാജ് വന്ന ഒരു കീച്ചും അത് കഴിഞ്ഞിട്ട് മോനെ നടശ കൊല്ലണ്ട എന്ന് പറയുന്ന ഡയലോഗ് ഇന്നും മിമിക്രിക്കാർ പറയുന്ന ഒരു ഡയലോഗിൽ ആ പീസ് ഈ പടത്തിലെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മിമിക്രിക്കാർ എന്നും പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണ് നടേശ കൊല്ലണ്ട. സോ എത്ര ഓർമ്മകളാണ് നമുക്ക് തരുന്നത് അല്ലേ. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കൾട്ട് ക്യാരക്ടർ ശേഖരനും അനന്തരവും രാജേന്ദ്രനും
കാർത്തികേയൻ എന്ന എന്റെ മകന് വയസ്സ് 3 പ്രായം. മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും. മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി. ആ ഒറ്റ കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചനെ അവൻ ഇടിച്ചവനെ ഐക്യവാന്റെ ജനകിയല്ലേ. അതല്ലേ അതിനൊരു ന്യായം. നീ സയൻസ് പഠിച്ചപ്പോ രാമൻ എഫക്ട് പഠിച്ചിട്ടില്ലേ? ഇത് രാവണൻ എഫക്ട്. അപ്പം എന്താ പറയുന്നല്ലേ, രേവതി, ഇന്നസെന്റ്, അതുപോലെ ലാലേട്ടൻ, വിജയരാഘവൻ, പിന്നെ നെപ്പോളിയൻ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ കാച്ചി കുറുകിയ ഡയലോഗ്സോട് കൂടി രഞ്ജിത്ത് എഴുതിയൊരു പടമാണ്. നമുക്ക് ഈ പടം കാണുമ്പോൾ പാട്ടിന് പാട്ട്, കോമഡിക്ക് കോമഡി, ആക്ഷൻ, ഇനിയും റൊമാൻസ് എല്ലാം കൂടെ ഒരു മിക്സഡ് സാധനം അല്ലേ, വെടിക്കെട്ട് പരിപാടിയാണ്. അപ്പം വീണ്ടും റിലീസ് ചെയ്യുമ്പം എല്ലാ പ്രേക്ഷകരെയും സന്തോഷിപ്പിക്കുന്ന ഒരു പടമാകട്ടെ. എന്താ പറയുന്നത്, റിലീസ് ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർക്ക് നമുക്കൊന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല. നാട്ടിലൊക്കെ ഒരു ഉത്സവമായിട്ട് 1-2 ദിവസമെങ്കിലും ഇത് കൊണ്ടാടുമെന്ന് അറിയാം. അതിലൊക്കെ ഉപരി അത് ക്രിയേറ്റ് ചെയ്തവരുടെ ആൾക്കാരല്ലേ, അതിനായിട്ട് വർക്ക് ചെയ്ത പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. 25 വർഷം കഴിഞ്ഞു. പല ആൾക്കാരും പ്രായമായി. അവരൊക്കെ കാണുമ്പോഴേ എന്ത് സന്തോഷമായിരിക്കും നമ്മൾ ഉണ്ടാക്കിയൊരു വർക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പുതിയ തലമുറ ഏറ്റെടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരു നല്ല അടിപൊളി ഒരു മാസ് എന്റർടൈൻമെന്റ് ആയിട്ട് തിയേറ്ററിൽ ഒരു ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം സന്തോഷം കണ്ട എല്ലാവർക്കും. ഇതറിയാത്തവർക്കും ഒരു ചെറിയൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും രാവണപർവ്വം റിലീസ് ചെയ്യാൻ പോകുന്നു HD ക്വാളിറ്റിയിൽ, ഫുൾ ഡോൾബി സൗണ്ട് എഫക്റ്റിൽ. ബൈ.